ദേ ഈ ആളെ ഒരു പരിചയമില്ലേ? ആരെന്നാണ്ടേ ഇവിടെ വാ. അച്ഛോ, ഇതാരാണ്? കൊടുക്കേ മനേട്ടാ, ഇതാണ് ഞങ്ങളുടെ ചിന്നുമോള്. ഹായ് ചിന്നുകുട്ടി. ഇതാടാ ഇത് അലീന ആന്റിയുടെ അങ്കിളിന്റെ മോൻ. അങ്കിളിന്റെ മോനും ആ അങ്കിളിന്റെ മോനാണ് പറഞ്ഞാടാ. അങ്കിളിന്റെ മോനെന്ന് വെച്ചാ മനശങ്കർ മേനോൻ. മോള് മനു അങ്കിളിനെ വിളിച്ചാ മതി കേട്ടോ. ആ ഈ ആന്റി അറിയില്ലേ? അറിയാം. എങ്ങനെ അറിയാം? ഇവിടെ വന്നിട്ടുണ്ടല്ലോ. അപ്പൊ ഓർമ്മയുണ്ടല്ലേ? കൊള്ളി. ദേ ഇത് കണ്ടോ, ചോക്ലേറ്റ്, എക്ലേഴ്സ്, കേക്ക്, ഇതൊക്കെ ഓർക്കാന്ന് അറിയോ? ആ ചിന്നുമോള് ആർക്കൊക്കെ കൊടുക്കും? സിസ്റ്ററിന് കൊടുക്കും, ആണോ? പിന്നെ ആർക്ക് കൊടുക്കും? ഡേവിഡിന് കൊടുക്കും, കാടുവിന് കൊടുക്കും, ശിവ നന്ദുവിന് കൊടുക്കും, വായ്പന് കൊടുക്കും, അട്ടാൻ പേർക്ക് കൊടുക്കും. എല്ലാവർക്കും കൊടുക്കണേ. എല്ലാവർക്കും കൊടുത്തിട്ട് മോളും എടുത്തോണം. ഇതാരാ വാങ്ങിച്ചോണ്ട് വന്നേന്ന് അറിയാവോ? അവിടെയാണ്ടേ വാങ്ങിച്ചതാരാ? ആടാ ദേ ഈ അങ്കിള്, മനു അങ്കിള്. മണ്ണാങ്കളോ അമ്പടി കള്ളി, പേര് പറഞ്ഞില്ലല്ലോ. ഹാപ്പി ബർത്ത്ഡേ. അതിന്റെ ബർത്ത്ഡേ അല്ലേട്ടോ, ചുമ്മാ കട്ടിയെന്നാ. അവിടെ കൊടുക്ക്, രീതി എനിക്ക് കൊടുക്ക്. ഇനി മനു മകളുടെ മനു മകളുടെ കൊടുക്ക്. ആ നമുക്ക് ചോക്ലേറ്റ്സ് കൊടുക്കാം. ഫ്രണ്ട്സിനോടത്തെ എടുത്തോ. എന്താ ചിന്നമോൾക്ക് വാങ്ങിയതാട്ടോ, ആകാമോന്ന് അറിയത്തില്ല. അവള് കൊറേ വലുതായി, പൊക്കവും വെച്ചു. ആ അതാ എനിക്ക് സംശയം. ഞാൻ ഇത്രയും പ്രതീക്ഷിച്ചില്ല. നല്ല മാറ്റമല്ലേ? ചിന്നമോള് പഴയ ചിന്നമോളല്ല, പെട്ടെന്ന് വളർന്ന പോലെ നിറവും വെച്ചു. ഞങ്ങൾ അങ്ങനെയാ നോക്കുന്നേ. ഞങ്ങളുടെ പൊന്നു കുട്ടി അവള്. ഇവളെ അഡോപ്റ്റ് ചെയ്യാൻ ആശിച്ച് കൊറേ പേര് വന്നു, ഞങ്ങൾ കൊടുത്തില്ല. സിസ്റ്ററെ, അഡോപ്റ്റ് ചെയ്യാനാണെങ്കിൽ ഞങ്ങളുണ്ടല്ലോ. ഞങ്ങളുടെ രേവതി കുട്ടിക്ക് അവളില്ലാത്തതിന്റെ സങ്കടവും. ഞങ്ങൾ അങ്ങനെ ആർക്കെങ്കിലും വിട്ടുകൊടുക്കും അവളെ? ഞങ്ങളുടെ കണ്ണിലുണ്ണിയല്ലേ അല്ലേടി ചിന്നുകുട്ടി? അവിടെയാ. അവിടെ എന്താ? അവരൊക്കെ ആരൊക്കെ? മുത്തച്ഛനും അച്ഛനും ഒക്കെ. അത് പറയാനെന്താ മടി? എനിക്കിപ്പോ മടിയൊന്നുമില്ല. എന്താ സംഭവം? ആ അറിഞ്ഞൂടാ, കഴിഞ്ഞ തവണ വന്നപ്പം ചോദിക്കണമെന്ന് വിചാരിച്ചതാ, പിന്നെ മറന്നുപോയി. രമേശൻ നായരുണ്ടല്ലോ അല്ലേ? നിങ്ങളല്ലേ കുറച്ചു ദിവസം മുമ്പ് വന്നിട്ട് പോയത്? അതെ, ഞങ്ങളാണ്. എന്തിനാ ഇങ്ങനെ കൂടെ കൂടെ വരുന്നേ? ഇവിടെ ഒരാള് സുഖലത കിടക്കുമല്ലേ, അതും ക്യാൻസർ രോഗി. കാണാനുള്ളവർക്ക് കാണണ്ടേ. ഞാനും ജയപ്രസാദും തമ്മിലുള്ള കല്യാണം കഴിഞ്ഞിട്ട് പോ. വർഷം 17 കഴിഞ്ഞു. ഇത്രയും കാലം നിങ്ങളാരും ഞാൻ കണ്ടിട്ടില്ലല്ലോ. നിങ്ങൾ ആരും ഇങ്ങോട്ട് വന്നിട്ടുമില്ല. ഇപ്പൊ എന്തിനാ ഇങ്ങനെ അടിക്കടിയുള്ള വരവ്? ഇത്ര കാലം ഇവിടെ ഒരു ക്യാൻസർ പേഷ്യന്റ് ഉണ്ടായിരുന്നു ഇല്ലല്ലോ, അതുകൊണ്ടാ വരാതെ ഇപ്പൊ വന്നതും. ഞാൻ ചോദിച്ചത് മനസ്സിലായില്ലേ? അതിന് തക്ക ബന്ധം എന്താണെന്ന്. നിനക്ക് എന്തൊക്കെ അറിയേണ്ടത് ഞാൻ പറഞ്ഞുതരാം. ഇതേ എന്റെ വീടാ. നീ പോത്തങ്കോട്ടൊന്ന് വന്നപ്പോ തലയെ വെച്ചോണ്ട് വന്നതല്ല. എന്റെ വീട്. മകൻ ചത്ത കഴിയുമ്പോ ഞാൻ പറയാം ആരുടെ വീടാണെന്ന്. എന്താ ചേച്ചി പ്രോബ്ലം? ഓ, ഈ വന്നിരിക്കുന്നവർ ആരാണെന്ന് ഞാൻ ചോദിച്ചത് മൂപ്പിലാണ് ഇഷ്ടപ്പെട്ടില്ല. അതൊക്കെ ചോദിക്കണ്ടേ? ചോദിക്കുന്ന കുറ്റാണോ? ഞാൻ വിളിച്ചിട്ട് വന്നവരാ. കൂടുതൽ ചോദ്യം ചെയ്യലൊന്നും വേണ്ട. പോലീസ് സ്റ്റേഷനല്ലല്ലോ ഇത്. നിങ്ങൾ കയറുക. എന്തോന്നടി ഇത്, പ്രശ്നമാണോ? കഴിഞ്ഞ തവണ വന്നപ്പോ ഇത്രയും പ്രശ്നമില്ലായിരുന്നു. കേറി വാ, നമുക്ക് തിരിച്ചു കൊണ്ടല്ലേ. ദൂരെ എത്രയാണെന്ന് വിചാരിച്ചിട്ടാ. വാ. ഇരിക്ക്. ഇതാരാ പുതിയ രണ്ടുപേര്? അലീനെ പറ, അത് എളുപ്പം. എന്റെ പേര് അലീന. ഞാനും സ്നേഹനികേതനത്തിലാ വളർന്നത്. എന്നെ വളർത്തിയത് അലീന ചേച്ചിയാ. എനിക്ക് വാരിത്തന്നതും പാട്ടുപാടിത്തന്നതും എന്നെ കെട്ടിപ്പിടിച്ചുറക്കിയതും എല്ലാം അതെന്റെ കടമയായിരുന്നു. ഞാനത് ചെയ്തേ ഉള്ളൂ. ഈ കുഞ്ഞിനെ ആരൊക്കെ കൈപിടിച്ച് സഹായിച്ചിട്ടുണ്ടോ അവരോടെല്ലാം കടപ്പെട്ടിരിക്കുന്നവരാ ഞങ്ങൾ. കാരണം എന്താന്ന് വെച്ചാ ഞങ്ങൾ ഒരിക്കൽ ഉപേക്ഷിച്ച് കളഞ്ഞ കുഞ്ഞായത്. ഇതാരാന്ന് മനസ്സിലായില്ല. മനുവേട്ടൻ എന്നെ സ്നേഹനികേതനത്തിൽ നിന്ന് പാലയിലെ വീട്ടിലെ കൂട്ടിക്കൊണ്ടുപോയ ആള്. മനുവേട്ടന്റെ കാറിലാണ് ഞങ്ങൾ വന്നത്. നന്നായിരിക്കട്ടെ. നിങ്ങൾ ഇരിക്ക്. ആദ്യം ഞാൻ മോളെ കൊണ്ടുപോയി അവനെ ഒന്ന് കാണിക്കട്ടെ. ആയിക്കോട്ടെ. വാ മോളെ. ഇത് കൊള്ളാലോ വീട്. മോളെ ഇവിടെ ഇരിക്കെ. മോളെ, നിന്റെ അച്ഛനല്ലേ, എന്തെങ്കിലും ഒന്ന് പറ. അവന് നിന്റെ സ്വരം കേൾക്കാൻ കൊതിയ. എന്നോട് ദേഷ്യമുണ്ടല്ലേ? ഇപ്പൊ അല്ല. ഇപ്പൊ താമസിക്കണം വീട് നല്ലതാണ്. നല്ലതാ. അവിടെ മോക്ക് സുഖമാണല്ലോ അല്ലേ? അതെ. അച്ഛൻ പറഞ്ഞു പഠിക്കാനൊക്കെ പോണ്ടെന്ന്. പോകുന്നുണ്ട്. നന്നായിട്ട് പഠിക്കണം, വലിയ ഉയർച്ചയിലെത്തണം. എന്നിട്ട് ചോദിക്കണോട് പറയണം അച്ഛൻ ഉപേക്ഷിച്ച് കളഞ്ഞ കുഞ്ഞായിരുന്നു, ഓർഫനേജിൽ അവളെന്ന്. അതെന്നാ അങ്ങനെ പറയുന്ന? എന്നാലേ മോളുടെ വലിപ്പം എല്ലാവർക്കും മനസ്സിലാവും. ഇപ്പൊ അച്ഛനുണ്ടല്ലോ. ഇപ്പൊ ഉള്ളതും ഇല്ലാത്തതൊക്കെ ഒരുപോലല്ലേ? എന്തിനു കൊള്ളാ എന്നെ? അതൊന്നും സാരമില്ലെന്നേ. നിങ്ങൾ സംസാരിക്കുക, ഞാൻ അപ്പുറത്തേക്ക് ചെല്ലട്ടെ കേട്ടോ. മോളുടെ അമ്മോട് ഞാൻ വലിയ തെറ്റാ ചെയ്തത്. അതിന്റെ ശിക്ഷയാ ഞാൻ ഈ അനുഭവിക്കുന്നു. പക്ഷെ അന്ന് അച്ഛൻ ഒറ്റയ്ക്കായിരുന്നു, ആരുമില്ലായിരുന്നു കൂടുതൽ. ഇനി ഇതൊക്കെ എന്നാത്തിനാ പറയുന്നത്? കഴിഞ്ഞു പോയില്ലേ? നമ്മൾ ഓരോന്ന് ചെയ്യുമ്പോഴും എല്ലാം ശരിയാണെന്ന് തോന്നും. കുറെ കാലം കഴിഞ്ഞ് തിരിഞ്ഞു നോക്കുമ്പോഴാ. ഇനിയിപ്പോ അതെല്ലാം മറന്നാളാ, അതാ നല്ലത്.
അച്ഛനോട് ദേഷ്യം ഉണ്ടായിരുന്നല്ലേ? അമ്മയ്ക്ക് ആത്മഹത്യ ചെയ്യേണ്ടി വന്നല്ലോ എന്ന് ഓർത്തിട്ടാ. ഇപ്പൊ എനിക്ക് ദേഷ്യമൊന്നുമില്ല. ഞാൻ ഇനി കുറച്ച് നാൾ കൂടിയല്ലേ ഉള്ളൂ. ചികിത്സയും മരുന്നും ഒക്കെ ഇല്ലേ? ചിലപ്പോ ഭയങ്കര വേദന വരും. അപ്പൊ കഴിക്കാനുള്ള പെയിൻ കില്ലർ മരുന്ന് ഞാൻ പ്രാർത്ഥിക്കാം അച്ഛന് സുഖപ്പെടാൻ വേണ്ടി. വേണം. മോള് പ്രാർത്ഥിച്ചാ മതി, അച്ഛൻ സുഖപ്പെടും. അവളെ രേവതി അവരച്ഛനും മോളും കൂടി സംസാരിക്കുക. അവളെ കണ്ടപ്പോ അവന്റെ ഒരു സന്തോഷം. മകന്റെ ഭാര്യയ്ക്ക് അറിയാമോ ഇങ്ങനൊരു മോളുണ്ടെന്ന്? ഇല്ല, ഓ, അറിയിച്ചിട്ടില്ല. ആ ഭാര്യ ഭർത്താവിനെ നല്ലപോലെ നോക്കൂലേ? എവിടുന്ന്? അവൻ മരിക്കാൻ വേണ്ടി വെയിറ്റ് ചെയ്യാവുള്ളൂ. മരിച്ച അവൾക്ക് എന്താ ലാഭം? കൊള്ളാം. അവന്റെ പേരിലുള്ള സ്വത്ത് മുഴുവൻ പിന്നെ അവക്കല്ലേ. ഈ വീടും അവക്ക് കിട്ടും. അപ്പോ ഈ വീട് ചേട്ടന്റെ പേരിലല്ലേ? എനിക്കും അവകാശം ഉണ്ടെന്നേ ഉള്ളൂ. ഞാൻ ഇനി എത്ര കാലമുണ്ട്? ഞാനൊരു ഐഡിയ പറയട്ടെ. ശരിക്കും ചേട്ടനും മകനും ഗുണേ ചെയ്യൂ. പറ, കേൾക്കട്ടെ. രേവതി കുട്ടി മകളാണെന്ന് അവരോട് പറ. അത് അവർക്കൊരു ഷോക്കായി. അതങ്ങനെ തന്നെയായിരിക്കും. അതറിഞ്ഞ ഉടനെ ആ സ്ത്രീ ചേട്ടനെ നല്ല പോലെ കാര്യം എന്താണെന്നറിയാമോ? ഭർത്താവ് ജീവിച്ചിരുന്നാൽ മാത്രമേ അവർക്ക് സ്വത്തെല്ലാം അനുഭവിക്കാൻ ഒക്കത്തുള്ളൂ. പുള്ളിക്കാരൻ മരിച്ചു കഴിഞ്ഞാ പിന്നെ മകള് വന്ന് എല്ലാം അവകാശപ്പെടുത്തുമല്ലോ എന്ന് പേടിച്ച്. ആന്റി, ആന്റിയുടെ ബുദ്ധി. രേവതിക്ക് ഒന്നും വേണമായിട്ടല്ല, അവക്ക് വേണ്ടതെല്ലാം ഞങ്ങൾ കൊടുത്തു. പക്ഷേ ഇതിനൊരു ആ പെണ്ണ് മകന്റെ കൂടെ നിന്ന് ശുശ്രൂഷിച്ചു. എനിക്ക് തോന്നുന്നില്ല. വിവരം അറിഞ്ഞു കഴിഞ്ഞാൽ അവൾ എങ്ങനെങ്കിലും വല്ല മുദ്രപത്രത്തിൽ അവനെ കൊണ്ട് ഒപ്പിടിപ്പിച്ച് എല്ലാം തട്ടിയെടുക്കാൻ ശ്രമിക്കും. അതിനുള്ള കംപ്ലൈന്റ് ചെയ്തോടെ? മകന്റെ ഭാര്യ ഭർത്താവിനെ നല്ലപോലെ കെയർ ചെയ്യുന്നില്ലെന്ന്. നീതി കിട്ടില്ല മോനെ. പെണ്ണുങ്ങളുടെ പരാതിക്കാണ് വില. ഇവിടുത്തെ ഭക്ഷണമൊക്കെ എങ്ങനെ? ആ സ്ത്രീ വെച്ചോളമ്പി തരുമോ? അവള് തന്നെ ഹോട്ടലിൽ നിന്ന് വരുത്തി കഴിക്കുക. അപ്പോ അങ്കിൾ എന്തെയും? ആരുണ്ടാക്കി തരും ഫുഡ്? അവിടെ ഒരു കിച്ചണും ഞാൻ അവിടെ കുറച്ച് കഞ്ഞിയും പയറും പപ്പടവും ചമ്മന്തിപ്പൊടി ഒക്കെ ആയിട്ട് ജീവിക്കുക. വല്ലപ്പോഴും ഹോട്ടലിൽ നിന്ന് വരും. അപ്പൊ മകന്റെ ഫുഡിന്റെ കാര്യം? ഞാൻ ഉണ്ടാക്കുന്ന കഞ്ഞിയും പയറും ഒക്കെ മതി അവന്. ഒന്നും കഴിക്കത്തില്ലെന്നേ. കഴിച്ചാ ഛർദ്ദിക്കും. വയറ്റിൽ ക്യാൻസർ ഇട്ടെ. ഇവിടെ എന്തെങ്കിലും ഉണ്ടാക്കിയായിരുന്നോ രാവിലെ? കഞ്ഞിയും പയറും അച്ചാറും പപ്പടവും ഒക്കെ ഉണ്ട് ഇവിടെ. അത് കഴിക്കത്തില്ല. വേണ്ടെന്നാ പറയുന്നത്. ഞങ്ങൾ കയറി കണ്ടോട്ടെ? കണ്ടോ? അങ്ങോട്ട് നേരെ ചെന്നാ മതി. ആന്റി, നമുക്കും കയറി കാണാം. ആ. ഇതെന്റെ അലീന ചേച്ചി. എന്നെ 18 വയസ്സ് വരെ വളർത്തിയ ആളായത്. ഞാനങ്ങനെ വളർത്തിന്ന് പറയാൻ പറ്റത്തില്ല. ഞാനും ചെറുതായിരുന്നു. ഞാൻ വളർന്ന പോലെ ഇവളും വളർന്നു. ഇത് മനുച്ചേട്ടൻ, അലീന ചേച്ചിയുടെ കെയർ ടേക്കറാ. അയ്യോടി, അങ്ങനെയൊന്നും പറയല്ലേ. എന്നെ പാലായിലേക്ക് കൊണ്ടുപോയി വീട്ടുജോലിക്ക് നിർത്തിയ ആളാ. എല്ലാം അറിഞ്ഞു കാണുമല്ലോ അല്ലേ? മോളെന്ന് പറയാൻ അവകാശമില്ല. അവളുടെ അച്ഛനാണെന്ന് പറയാം. ഇപ്പോഴെങ്കിലും കണ്ടുമുട്ടാൻ പറ്റിയില്ലേ? അതൊക്കെ വലിയ ഭാഗ്യം. അച്ഛനാരെന്ന് അറിയാതെ രേവതി കുട്ടി മോളാണെന്ന് അറിയാതെ അച്ഛനും പോയില്ല. ഒരുപാട് നന്ദിയുണ്ട് എന്റെ മോള്. ഏറ്റെടുത്ത് നോക്കുന്നുണ്ടല്ലോ. ഒന്നിങ്ങോട്ട് വന്നേ. ആന്റി ഇരുന്നാട്ടെ. ഇപ്പോ എങ്ങനെയുണ്ട് അസുഖം? കഴിഞ്ഞ തവണ നിങ്ങൾ വന്നതിന് ശേഷം കുറച്ച് മാറ്റമുള്ള പോലെ തോന്നുക. മനസ്സിലെ ഏറ്റവും വലിയ ഡോക്ടർ, പ്രതീക്ഷ ഏറ്റവും നല്ല മരുന്ന്. ഏത് രോഗത്തിനും ഏത് അവസ്ഥയിലും മാറ്റം വരാം. മിറാക്കിൾ സംഭവിച്ച ചരിത്രങ്ങളുണ്ട്. അങ്ങോട്ട് ഇരിക്കും മോളെ. അവന്റെ ഒരു ആഗ്രഹമാ മോളുടെ കൈകൊണ്ട് ഇത്തിരി കഞ്ഞി കോരി കുടിക്കണമെന്ന്. അങ്ങനെയൊക്കെ വേണം. കൈ വയ്യാഞ്ഞിട്ടല്ല, മരിക്കണേന് മുമ്പുള്ള ഒരു ആഗ്രഹങ്ങളാ. അലീന ചേച്ചി പറഞ്ഞ മനുഷ്യട്ടായിരിക്കും. രോഹിട്ടൻ കുടിച്ചിട്ടുണ്ടോ? കുടിച്ചു. അതിന് പെണ്ണ ഞാൻ അടിമയൊന്നുമല്ല. മനസ്സിലായോടി? അലഞ്ഞു തിരിഞ്ഞു വരുന്ന പട്ടിക്കും കോഴിക്കും ഒക്കെ വിഷം വെക്കുന്ന ഒരു നാടൻ കലാപരിപാടിയില്ലേ? ഇനി അങ്ങനെ എന്തേലും നോക്കിയാലേ രക്ഷ.